ഹേമ ആദ്യം വീട്ടുകാരോട് ചെന്ന് പറയൂ. പറഞ്ഞ എന്നെ പിടിച്ച് തടവിലാക്കി എന്ത് ചെയ്യും? ഞാൻ മോചിപ്പിച്ചോളാം. കഥകളൊക്കെ വായിക്കുന്ന പോലെ. എന്താ അപ്പൊ അത്രയ്ക്ക് ധൈര്യം ഉണ്ടല്ലേ? ഉണ്ടല്ലോ. എന്നാലേ സുനിൽ ആദ്യം ഇക്കാര്യം വീട്ടുകാരോട് പറ, എന്നിട്ട് ഞാൻ പറയാം. അതോ സുനിലിനെ പിടിച്ച് തടവിലാക്കോ അവര്? ഒരു ഹിന്ദു പെണ്ണ് വശീകരിച്ച് കൊണ്ടുപോകാതിരിക്കാൻ? ആ പേടി ഏതായാലും എനിക്കില്ല. പക്ഷെ എങ്ങനെ ഇക്കാര്യം അവരോട് പറയുന്ന? ഹേമേ, നമ്മളൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് വീട്ടുകാരുടെ എതിർപ്പൊക്കെ ഇത്ര കാര്യമാക്കണോ? ഒരുപാട് ബന്ധുക്കളുണ്ടായതുകൊണ്ടാ ഈ കുഴപ്പം. അല്ലെന്ന് വെച്ചാല് നമ്മളായി, നമ്മുടെ തീരുമാനമായി, നമ്മുടെ കുടുംബമായി. അയ്യോ, ഹേമയ്ക്ക് അറിയാത്തോണ്ട് തോന്നുക. കുറെ ബന്ധുക്കളുടെ ഇടയ്ക്ക് വളർന്നുകൊണ്ട് അവരുടെ വില അറിയാത്ത വലിയൊരു കുടുംബം, നിറച്ച ആളുകള്, നിറയെ സ്നേഹമുള്ള ആളുകള്. നമ്മൾ കയറി ചെല്ലുമ്പോ എല്ലാവരും കൂടെ ഓടി ഒന്ന് സ്വീകരിക്കുക. ആലോചിക്കുമ്പോ മറ്റേത് ലോകത്തിലെത്തും പോലെ. അവർക്ക് വെറുപ്പോടും ദേഷ്യത്തോടെയാണ് നോക്കണെങ്കിലോ? അതുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. അമ്മയ്ക്ക് എന്താ മറുപടി ഉണ്ടാവുമെന്ന് അറിയില്ല. സുനിലിന്റെ അത്ര ഉറപ്പ് എനിക്ക് തോന്നുന്നില്ല. പെൺകുട്ടിയായതുണ്ടാവും. സുനിലിന്റെ വീട്ടുകാര് എന്നെ എങ്ങനെ സ്വീകരിക്കുന്ന എനിക്കിപ്പോ പേടി. അച്ഛൻ സ്വീകരിക്കും സന്തോഷത്തോടെ. കുറച്ച് വാശിക്കാരനായതുകൊണ്ട് കല്യാണത്തിന് വരില്ലായിരിക്കും ചിലപ്പോ. എന്നാലും പറയണം, അച്ഛനോട് പറയണം. അച്ഛൻ എന്നെ വഴക്ക് പറയോ ശാസിക്കോ ഗുണദോഷിക്കോ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ അവളെ മറക്കണമെന്ന് മാത്രം അച്ഛൻ പറയരുത്. ഞങ്ങൾക്ക് പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമായി. ഒരുമിച്ച് ജീവിക്കുമെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അച്ഛൻ പറയാറില്ലേ, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കാറെന്ന്. ഇതും അതേപോലെ സ്വർഗത്തിൽ വെച്ച് മുമ്പേ നടന്നതായിരിക്കണം. ഒരു അനാഥാലയത്തിൽ വളർന്നതാണ് നീ എന്ന് ആ കുട്ടിക്കും വീട്ടുകാർക്കും അറിയുമോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ പ്രത്യേകിച്ചും മറ്റൊരു മതത്തിൽപ്പെട്ടവര് ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അങ്ങനൊരു അവസ്ഥ താങ്ങാൻ പറ്റുമോ നിനക്ക്? ഇല്ല, പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്റെ അച്ഛനും അമ്മയും ഗുരുവും ഒക്കെ അച്ഛനാണ്. അച്ഛൻ പറയുന്നത് എനിക്ക് ദൈവകൽപ്പന. അനാഥനായ എനിക്ക് ഒരു കുടുംബം കിട്ടുകയാവും ഈ വിവാഹം കൊണ്ട്. അതിലും വാസ്തവമുണ്ട്. ഒരു വലിയ കുടുംബത്തിന്റെ വാത്സല്യം നിനക്ക് കിട്ടും. നിങ്ങൾ രണ്ടാളും ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. മതി, ഈ സമ്മതമാണ് ഞാൻ മോഹിച്ചത്. ദൈവം കൂട്ടിച്ചേർത്തവരെ വേർതിരിക്കാൻ ഞാനാരാ? മനുഷ്യരാരാ? രണ്ട് വീട്ടുകാരും നിങ്ങളുടെ വിവാഹത്തിന് സമ്മതമുള്ളുന്ന പ്രശ്നമില്ല. നിങ്ങളാണെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയില് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും. അവർ ഫുൾ സപ്പോർട്ട്. നീ എന്താ നിക്കണ തങ്കമണി, അവിടെ ഇരിക്കേ. ഞാൻ എല്ലാവർക്കും വിളമ്പിട്ടിരുന്നോളാം. ഒരു വീട് നോക്കണം. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങൾ എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോ താമസിപ്പിച്ചുമായുള്ള കിളിക്കൂടെ ആവരുത്. അന്നത്തെ നമ്മുടെ സ്ഥിതി പോലെയാണ് അവരുടേത്. രണ്ടാൾക്ക് നല്ല ജോലിയില്ലേ, വെരി ഹൈ സാലറി. ഈ കോളനി തന്നെ നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അല്ലേ. എന്നാലും മനസ്സിന് ടെൻഷൻ പോണില്ല. വീട്ടുകാരുടെ കാര്യം ആലോചിച്ചിട്ടാവും. കുറെ കഴിയുമ്പോ ഒക്കെ ശരിയാവും. അല്ലെങ്കിലും അതൊക്കെ ശരിയാക്കാൻ ഞങ്ങളില്ലേ. എന്നാ പിന്നെ എന്തിനാ വൈകിക്കണേ? അതെ, സാക്ഷി ഒപ്പിടാൻ രണ്ടാള്, അതിന് ഞങ്ങൾ ധാരാളം. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഇന്ത്യയിൽ കല്യാണത്തിന് ഒരു തടസ്സവും ഇല്ല. അതിനാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. സാറിന് ഓർമ്മയുണ്ടെന്നറിയില്ല, ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് സാറായിരുന്നു. വിളക്കിന് ചുറ്റുമുള്ള ചുറ്റിത്തിരിയലില്ലാതെ, 1000 പേർക്ക് ഉപ്പേരിയും പപ്പടവും പ്രഥമനും കൂട്ടിയുള്ള സദ്യ ഇല്ലാതെ, വീഡിയോക്കാരില്ലാതെ ചുളുവിന് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം. ഇനി നേരെ നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക്. വെൽക്കം ടു സ്കൈലൈൻ കോളനി. സ്കൈലൈൻ. മായേ തായേ ദുർഗേ ദുഷ്ടനിഗ്രഹേ ധന്യേ നമാമ്യഹം ശംഖം ചക്രം കേളി പത്മപല്ലവം സർവം നമാമ്യഹം ശ്രീപാദം ഭജേ ശ്രീലാംഗം ഭജേ അംബേ മൂകാംബികേ അംബേ ജഗദംബികേ മായേ തായേ ദുർഗേ ദുഷ്ടനിഗ്രഹേ ധന്യേ നമാമ്യഹം ശംഖം ചക്രം കേളി പത്മപല്ലവം സർവം നമാമ്യഹം ദീപശോഭസുവിനിലയം ഭാവം ഭവശോകനാശനാർത്ഥ ഹൃദിനിലയം
എന്താ കാഴ്ച കണ്ട് നിൽക്കുക? നാട്ടിലെ തറവാട്ടിലെത്തിയ പോലെ തോന്നുന്നുണ്ടാവില്ലേ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വക, ഡിന്നർ താനുണ്ടാക്കണം. പിന്നെ ഈ ഇസ്ത്രി ഇടല് അത് ആഴ്ച ഒരിക്കൽ മതി. ദിവസം ഓരോ പേര് ഇസ്ത്രീയിൽ തന്നെ നടക്കണില്ല, എന്നിട്ടാ? അതല്ല, നമുക്കൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയി ചെയ്യണം. യോ, ഇതുവരെ ഒറ്റയ്ക്ക് ഓടിച്ചാടിയൊക്കെ നടന്നു, ഇനി അത് പറ്റില്ല. ഡ്യൂട്ടീസ് ഒക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഇന്ന് ഞാനൊരു ജോലി, താനൊരു ജോലി. എന്താ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വിവാഹം. അതിനെനിക്ക് അതിൽ റിസർച്ച് നടത്തിയോ? പിന്നെ അതും പഠിക്കണ്ടേ? സുനിലിന് അതിന് കുക്കിംഗ് വല്ലതും അറിയോ? അതറിയില്ല, ഞാൻ താജ് ഹോട്ടലിലെ ഷെഫായിരുന്നില്ലേ പണ്ട്. അതെ, ഇതിനാ വിവരമുള്ള ഒരു പുസ്തകം എഴുതി വെച്ചിരിക്കണേ. ഉള്ളി 2 സ്പൂൺ, മുളക് പൊടി 4 എന്നൊക്കെ. അതറിയില്ല? പുസ്തകം വായിച്ച ആർക്കും എന്തും ഉണ്ടാക്കാം. പക്ഷേ അത് കഴിക്കാൻ കൂടി പറ്റണം. ദേ, സത്യം. ആരും നോക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഹരിഹരൻ, ഡാർലിംഗ് ഹരിഹരൻ എല്ലാവരും വിളിക്കും. യുവർ നെയ്ബർ, നിങ്ങളുടെ അയൽക്കാരൻ, നല്ലവനായ അയൽക്കാരൻ. ഡാർലിംഗ് പ്രൊഡക്ഷൻ എന്നാണ് കമ്പനിയുടെ പേര്. കമ്പനി വീട്ടിൽ തന്നെയാണ്. മല്ലിപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടി, സാമ്പാർപ്പൊടി തുടങ്ങിയ എല്ലാ പൊടികളും ഈ കോളനിയിൽ സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുതൽ ആദ്യം തരുന്നു, പണം ഞങ്ങൾ പിന്നീട് വാങ്ങുന്നു. ഞങ്ങളുടെ ഈ കമ്പനിയുടെ പ്രത്യേകത വേറെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലും ഈ കമ്പനിയുടെ ബ്രാഞ്ചുകൾ ഇല്ല. അതിന് ഞങ്ങൾക്കിപ്പോ ഒന്നും ആവശ്യമില്ല. അതിപ്പോ തോന്നും, പക്ഷെ പിന്നീട് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, സോറി സാമ്പിൾ അല്ലട്ടോ, ഉദാഹരണം. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി ഇല്ലാതെ വരുന്നു. അപ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അത് തീർന്നു പോയല്ലോ എന്ന്. മറക്കാതെ ഓർക്കുക, ഡാർലിംഗ് പ്രൊഡക്റ്റിന്റെ സാമ്പാർ പൊടികൾ വാങ്ങി ധാരാളം സ്റ്റോക്ക് ചെയ്യുവിൻ. കേടൊന്നും പോയില്ലേ? ലക്ഷാവകം. ഈ സാധനം ഒരു കൊല്ലത്തേക്ക് അനങ്ങില്ല, ഞാൻ ഗ്യാരണ്ടി തരുന്നു. കേട് വന്നാൽ ഇത് തിരിച്ചെടുക്കുന്നു, പിന്നീട് അത് നിങ്ങൾക്ക് തരില്ല. അതല്ലേ ഈ ലോകം മുഴുവൻ ഞങ്ങളുടെ കമ്പനി അറിയുന്നത്. ഞാനിപ്പോ ആദ്യമായിട്ടൊക്കെ കമ്പനിയുടെ ഞാനും. അത് നിങ്ങൾ ഇവിടെ പുതുതായി വന്ന താമസക്കാരല്ലേ? സ്വാമിനാഥൻ സാറ് പറഞ്ഞു ഇവിടെ താമസമാക്കിയെന്ന്. നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ഞാനാണ് അതിന്റെ സെക്രട്ടറി. എന്തോ കരിയുന്ന മണമില്ലേ? കരിമണം വരാൻ എന്റെ പ്രോഡക്ട്സ് ഒന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. ഹലോ മാഡം. ഡാർലിംഗ്, ഞാൻ ഹരിഹരൻ, ഡാർലിംഗ് ഹരിഹരൻ. എന്താ കാര്യം? അയ്യോ, ഇത് മാത്രമല്ല, അതിനേക്കാൾ നല്ലതുപോലെ 11 സോപ്പ് ഞങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഇയാൾ പോയില്ലേ? ഇല്ല. ഏതായിരുന്നല്ല ഐശ്വര്യമുള്ള ആളാട്ടോ. കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഒരു ഷർട്ട് ഇടും. അല്ല, ചേട്ടൻ കറങ്ങി കറങ്ങി അടുക്കള വരെ എത്തിയല്ലോ. പോകുന്നില്ലേ നെയ്ബറെ? അയ്യോ, അത് പിന്നെ സ്വാമിനാഥൻ സാറ് പറഞ്ഞു ഒന്ന് പരിചയപ്പെടണമെന്ന്. ഞാൻ നേരെ എതിർവശത്തെ വീട്ടിലെ മുമ്പിലെ പുറയില്. എതിർ വീട്ടിലെയോ? എതിർ വീട്ടിലെ അപ്പുറത്തെ താഴത്തെ. അവിടുന്നാണോ രാവിലെ ഒരു കുട്ടി കീർത്തനം പറഞ്ഞു കേട്ടെ? പുഷ്പം. പുഷ്പകളുടെ പേരാ. എന്റെ ഏറ്റവും മൂത്തേട്ടന്റെ മൂത്തേട്ടൻ സുബ്രഹ്മണ്യ അയ്യരുടെ മകളാ. രണ്ടാമത്തേട്ടൻ ശങ്കരാറാണ്, അയ്യര് വെക്കാറില്ല. ഏട്ടത്തി അമ്മ ജാനു. അവർക്ക് 3 കുളന്തകൾ. ശങ്കർ എന്ന ടൗണിൽ ഒരു കോഫി ഷോപ്പ് നടത്തുന്നു. പിന്നൊരു ഏട്ടൻ വിശ്വനാഥ് അയ്യർ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. പിന്നെ ഞാൻ ഹരിഹരൻ, ഞാൻ അയ്യര് വെക്കാറേ ഇല്ല. 2 ചേച്ചിമാർ കല്യാണം കഴിച്ചു. ഒന്ന് സ്വർണം, ഒന്ന് ശിവകാമി. ഒരാൾ മദ്രാസിൽ, മറ്റൊരാൾ മദ്രാസിൽ. 2 പേർക്ക് 3 കുളന്തകൾ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുട്ടികളുമില്ല. സത്യം. ഇത്രയും ആളുകള് ആ വീട്ടിലാണ് താമസം? അതെ, ഏട്ടത്തിമാരും കുട്ടികളും വരുമ്പോഴാ ഒരു ഉത്സവത്തിന്റെ രസം. വീട് നിറയെ ആളുകൾ, വലിയ കുടുംബം, സന്തുഷ്ട കുടുംബം. പിന്നെ എനിക്ക് ഇതുപോലെ 3-4 പുതിയ വീടുകളിൽ പോകാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. അയ്യോ വേണ്ട. വേണ്ട, ക്യാഷ് വേണ്ട, ഗിഫ്റ്റ് ആയിട്ട് കരുതിയാ മതി. ഉപയോഗിക്കൂ, വിവരം അറിയൂ. വരട്ടെ. ആളൊരു രസികനാ. ഇത്രയും ആളുകളുള്ള വീട്ടില് കഴിയുന്നുണ്ടാവും. എന്തുപറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലോ. ഇതാണ് ഞങ്ങളുടെ വീട്. പരസ്യത്തിൽ പറയും പോലെ രാശി വീട്. അതപ്പ 24 മണിക്കൂർ ഉറക്കോ ശാപ്പാട് മാത്രമേ ഉള്ളൂ. ഇത് സുബ്രഹ്മണ്യ അണ്ണൻ, ഇത് വിശ്വ അണ്ണൻ. ശങ്കരണ്ണൻ കോഫി ഷോപ്പ് പൂട്ടിട്ട് വരുമ്പോ രാത്രിയാവും. ഹരിമാമ, ഇവരെന്താ അകത്തേക്ക് വിളിക്കാത്തെ? വാ. ഹലോ, അകത്തേക്ക് വരൂ. ഹലോ, കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണ് ചേച്ചിന്ന് കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? അതൊക്കെ അറിഞ്ഞു. ഞാനിക്കൊല്ലം കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. അമ്മ, ഇത് താ എതിർ വീട്ട് താമസക്കാര്. ഇത് സുനിൽ, ഫോട്ടോഗ്രാഫർ. ഇത് അവരുടെ സംസാരം. தெரியும் தெரியும். இவ கிறிஸ்டியன், அவ ஹிந்து. அம்மா அப்பாவுக்கு தெரியாம கல்யாணம் பண்ணிண்டவா. பாருங்க, இங்க உட்கார்ந்து குறைச்சு விடாதே, உள்ள போய் குறைச்சு விடுங்க. போங்க. ஏண்டா, இவங்கிட்ட
என்னடா வாயை பார்த்துட்டு இருக்க? உள்ள போங்க போங்க. இந்த பாரு, இவங்கிட்ட உனக்கு என்ன பிசினஸ்? உன் பிசினஸ் எல்லாம் கேட்டுக்கு வெளியில, இங்க வீட்டுக்கு உள்ள கூடாது, தெரிஞ்சுதா? ഞങ്ങള് വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. இந்த பாரு, காபி எப்ப ஏதாவது வேணா கொடுத்து அனுப்பு. புஷ்பம், இவன் காபி குடிச்சதுக்கு அப்புறமா கிளாஸ கொழாடியில கழுகி வை. என்ன? ഒന്നും തോന്നരുത്, അമ്മ ഇങ്ങനെ. ഹേയ്, ഒരകത്ത് വരണം. ശരി. പുഷ്പം നേരം കിട്ടുമ്പോ അങ്ങോട്ട് വരണം. ആ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ ചില സംശയങ്ങൾ ചോദിക്കാലോ. വന്നോളൂ. ശരി. പട്ടെ. புஷ்பம், நீ அங்கெல்லாம் போக கூடாது. அங்க அந்த பொண்ணும் பையனும் தனியா இருக்கா. அதெல்லாம் நமக்கு சரிப்படாது. ബിന്ദു ഒന്ന് വേഗം ഇറങ്ങ്. ആ. മോളെ സ്കൂളിലാക്കി ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും നേരെ ഒരുപാടാവും. ഹലോ. ആഹാ. ഹലോ. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരാ. അറിയാം, നമ്മുടെ ഡാർലിംഗ് ഹരിയാണ് പറഞ്ഞിരുന്നു. ഇതെന്റെ വൈഫ് ബിന്ദു. ഹലോ. ഇതെന്റെ ബ്രദറിലോ. ഹലോ, ഞാൻ പ്രകാശൻ, ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിലാ. മോൾ ഏത് ക്ലാസ്സിലാ? ടാഗ്. ആഹാ, മലയാളം കഷ്ടിയാ. ഞങ്ങൾ അങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നതാ. രാവിലെ വിചാരിച്ചതുമാണ്. അപ്പോഴേക്കും അച്ഛന് ചെറിയൊരു പനി. പനി കുറവുണ്ടോ? മാറി. അല്ലെങ്കിൽ ഇവിടെ ഓഫീസിലേക്ക് ഇറങ്ങുമോ? അമ്മയുള്ളതുകൊണ്ട് ഒരു സമാധാനം. ഞാൻ നടക്കട്ടെ, ഒരു ഫ്രണ്ട് കാത്തു നിൽക്കും. ശരി. ആ, കറണ്ട് ബില്ല് നീ അടക്കില്ലേ? അടക്കാൻ ചേച്ചി. നിങ്ങൾ ഇന്ന് ലീവാണോ? അല്ല, പോകാൻ ഇറങ്ങിയതാ. അപ്പോഴേ നിങ്ങളെ കണ്ടേ. അത് ശരി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പോട്ടെ മോളെ. ബൈ ബൈ. വാ. என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், என் வீட்டு ஜன்னல் கம்பி படிக்கிறா எல்லாமே கேட்டுப்பார். தன்னானி நன்னி தன்னானி நன்னான் தானி தன்னானி தன்னல்ல தானி தன்னினா தன்னானி தன்னி தானி தன்னா தன்னானி தன்னானி പ്രേമി